ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ നമുക്കൊപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വാർത്തകളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു ഇന്നലെ. ഒരുപാട് വാർത്തകൾ, അന്തർദേശീയ വാർത്തകൾ, യുദ്ധം, അതേപോലെ നാഷണൽ വാർത്തകൾ, കേരള, നിലമ്പൂര് തുടങ്ങി എന്ന് വേണ്ട സർവത്ര വാർത്തകളായിരുന്നു. എങ്ങനെയാണ് പത്രങ്ങൾ ഓരോന്നിനെയും കൈകാര്യം ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലുമൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല, അധികവും മുങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ യുദ്ധം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് തുടങ്ങാം. ഈ ഇസ്രായേലിൻ്റെ ആക്രമണം, ഇറാൻ്റെ പ്രത്യാക്രമണമൊക്കെ തുടരുന്നതുകൊണ്ട് പശ്ചിമേഷ്യ മാത്രമല്ല, ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണെന്ന് നമുക്കറിയാം. ഇറാൻ്റെ സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞരെയും ഒക്കെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ട് ഇറാൻ്റെ ഒരു തിരിച്ചടി അത് ഇസ്രായേലിനെ ശരിക്കും വിറപ്പിച്ചു എന്നാണ് പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പ്രസ് സ്റ്റോപ്പിൽ ഇത്തരം വാർത്തകളിൽ അല്ലെങ്കിൽ വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം തലക്കെട്ടുകളാണ് നോക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാ മലയാള പത്രങ്ങളുടെയും തലക്കെട്ടുകളൊന്ന് വേഗം ഓടിച്ച് വായിച്ച് പറഞ്ഞു പോകാം. ആദ്യം സുപ്രഭാതത്തിലേക്ക് കടക്കാം. സുപ്രഭാതം ദിനപത്രത്തിലേക്ക്. ആക്രമണവും പ്രത്യാക്രമണവുമായിട്ട് 24 മണിക്കൂർ യുദ്ധമുഖം എന്നാണ് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജ് ഹെഡിങ്. യുദ്ധമുഖം. അത് ശരിക്കും ആ വാർത്തയെ എല്ലാ അർത്ഥത്തിലും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് സുപ്രഭാതത്തിൻ്റെ ഹെഡിങ് ഉള്ളത്. ഇസ്രായേലിന് ഇറാൻ്റെ കനത്ത പ്രഹരമെന്നാണ് ചന്ദ്രിക പറയുന്നത്. വിറപ്പിച്ച് ഇറാൻ എന്ന് സിറാജ് പറയുന്നു. കനത്ത ആക്രമണവുമായി ഇറാൻ, ഇസ്രായേലിൽ തീമഴ എന്നാണ് മാധ്യമം പറയുന്നത്. അതായത് ഇറാൻ്റെ തിരിച്ചടിയെക്കുറിച്ചാണ് ഈ പത്രങ്ങളൊക്കെ വളരെ വിശദമായി പറയുന്നത്. തിരിച്ചടിച്ച് ഇറാൻ എന്ന് മംഗളം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീക്ഷണം പറയുന്നത് യുദ്ധക്കളം എന്നാണ്. സമാനമായ സാഹചര്യത്തിൽ ഈ രണ്ട് പക്ഷത്തും വലിയ രൂപത്തിൽ ആക്രമണവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യാക്രമണവും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധക്കളം എന്നാണ് വീക്ഷണം പറയുന്നത്. സംഘർഷം മുറുകി എന്ന് ജനയുഗം. സ്വാഭാവികമായും പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം മുറുകിക്കഴിഞ്ഞു. അത് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സംഘർഷം മുറുകി എന്ന് ജനയുഗം പറയുന്നു. അടിയും തിരിച്ചടിയും, തിരിച്ചടി എന്നാണ് മെട്രോ വാർത്ത പറയുന്നത്. അത് ജന്മഭൂമിയും അതേ അർത്ഥത്തിൽ തന്നെ അടി തിരിച്ചടി, യുദ്ധം കനത്തു എന്നാണ് ജന്മഭൂമി പറയുന്നത്. അത് സ്വാഭാവികമായും വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കണം ആ വാർത്ത വായിക്കുമ്പോൾ. ഇറാനിയൻ മിസൈൽ വർഷം സംഘർഷം രൂക്ഷം എന്നാണ് ദീപിക പറയുന്നത്. ദീപിക കുറച്ചും കൂടി അതിൻ്റെ വിശദമായ അർത്ഥത്തിലേക്ക് പോയാൽ മിസൈൽ വർഷമാണ് ശരിക്കും അവിടെ നടക്കുന്നത്. രണ്ട് ഭാഗത്തു നിന്നും വലിയ രൂപത്തിൽ മിസൈൽ വർഷം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷം രൂക്ഷമാണ് എന്ന് ദീപിക പറയുന്നു. നാശം വിറച്ച് ഇറാൻ്റെ തിരിച്ചടി എന്നാണ് കേരള കൗമുദി പറയുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ആദ്യം ഇസ്രായേൽ അടിക്കുന്നു, പിന്നീട് ഇറാൻ തിരിച്ചടിക്കുന്നു. അങ്ങനെ സർവനാശത്തിലേക്ക് പോകുന്നു എന്നാണ് കേരള കൗമുദി പറയുന്നത്. മറ്റ് പത്രങ്ങളെല്ലാം, ഈ പത്രങ്ങളെല്ലാം ഉൾപേജിലും വളരെ വിശദമായി ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പക്ഷേ പ്രധാനമായും വാർത്തയുടെ ഒരു വലിയ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മാതൃഭൂമിയും മനോരമയും എടുത്തു പോകാം. പുകഞ്ഞ് യുദ്ധഭീതി എന്നാണ് മനോരമയുടെ ഹെഡിങ്. ഒരുപക്ഷെ വലിയ വാർത്തയും വലിയ ഹെഡിങ്ങുമാണ്. കാരണം ഈ പുകഞ്ഞ് യുദ്ധഭീതി എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ ആ യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ധനവില വർദ്ധിക്കാൻ പോകുന്നു, സ്വർണ്ണവില വർദ്ധിക്കുന്നു. ഇതൊക്കെ ഈ പശ്ചിമേഷ്യയിൽ എന്ത് തൊട്ടാലും, ആര് തൊട്ടാലും, എവിടെ തൊട്ടാലും പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ മുൻ അനുഭവങ്ങൾ, കുവൈറ്റ് യുദ്ധമൊക്കെ നമ്മുടെ പഴയ തലമുറയ്ക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ വാർത്തകളെ ഒരുപക്ഷെ അന്തർദേശീയ വാർത്തയാണെങ്കിൽ പോലും പത്രങ്ങൾ നമ്മളുടെ ഒരു വാർത്ത പോലെ നമ്മളുടെ മുന്നിലുള്ളൊരു വലിയ യുദ്ധസമാനമായ അന്തരീക്ഷം പോലെയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. എന്തായാലും പുകഞ്ഞ യുദ്ധഭീതി എന്നാണ് മനോരമ പറയുന്നത്. 8-9 പേജിൽ കുറച്ചും കൂടി വിശദമായി മനോരമ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സർവനാശത്തിൻ്റെ മാരകായുധം, എങ്ങനെയാണ് അണുബോംബ് പ്രവർത്തിക്കുക? ഇറാൻ്റെ കയ്യിലാണ് അണുബോംബുള്ളത്. ആണവായുധ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം എന്താണ് എന്നൊക്കെ ആളുകൾക്ക് ഒരു വിവരജാലകം എന്ന രൂപത്തിൽ മനോരമയുടെ വിവരജാലകം ഇന്ന് ഈ യുദ്ധ വാർത്തകൾക്കുള്ളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർവനാശത്തിൻ്റെ മാരകായുധം എന്ന് ആണവായുധത്തെ വിശേഷിപ്പിച്ചുകൊണ്ടാണത്. ഒപ്പം തന്നെ മൊസാദ്, കുരുക്കെട്ട് മൊസാദ് എന്ന് പറയുന്നു. ഇറാൻ അയച്ച ഡ്രോണുകൾ, ഇറാൻ അയച്ച മിസൈലുകളൊക്കെ എങ്ങനെയാണ് വലിയ രൂപത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു ഇറാൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ കുറേയെല്ലാം തടയാനും നേരിടാനും അതിനെ തടഞ്ഞിടാനും ഇസ്രായേലിന് കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് മൊസാദ് അതിനെ നേരിട്ടതെന്ന് മനോരമ വളരെ വിശദമായി പറയുന്നുണ്ട്. കരുത്തറിയിച്ച് ഇറാൻ, ഉറച്ച് ഇസ്രായേൽ. അതാണ് അവിടെ നടക്കുന്നത്. ഇസ്രായേൽ ആക്രമിക്കുന്നു. ഇസ്രായേൽ ആ ആക്രമണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇറാനെ സ്വാഭാവികമായും ഒരു കുഞ്ഞൻ രാഷ്ട്രമായിട്ടായിരിക്കും ഇസ്രായേൽ കണ്ടിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ പക്ഷേ ഇറാൻ്റെ തിരിച്ചടി വളരെ ശക്തിയുള്ളതായിരുന്നു, ഉഗ്രമായിരുന്നു എന്ന് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ കരുത്തറിയിച്ച് ഇറാൻ എന്നുകൂടി പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോം ഭേദിച്ച് മിസൈലുകൾ, ഈ മിസൈൽ പ്രതിരോധം ഭേദിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കരുത്ത് മിസൈലുകളാണ്, മിസൈൽ കവചവുമായി ഇസ്രായേൽ. അങ്ങനെ ആ രൂപത്തിൽ വളരെ വിശദമായി ഈ വാർത്തയെ സമ്പുഷ്ടമായി നൽകിയിട്ടുണ്ട്. ആക്രമണം നീണ്ടാൽ
എണ്ണ വില ഉയരും, എണ്ണ വിപണി ഉലയും എന്നുകൂടി മനോരമ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഹോർമുസ് കടലിടുക്ക്, അതായത് ഇത്തരം യാത്രകൾ, അതായത് ഇന്ധനം കൊണ്ടുപോകുന്നത് അടക്കമുള്ള എല്ലാ യാത്രകൾക്കും കടൽ യാത്രകൾക്കും ഉപയോഗിക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്നുകൂടി ആലോചിക്കുമ്പോൾ ഈ വാർത്ത വലിയ പ്രാധാന്യമുള്ളതാണ്. അതുമാത്രമല്ല മാർപ്പാപ്പയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയുന്നുണ്ട്. വലിയ ആശങ്കയുടെ ഈ സാഹചര്യത്തിൽ എല്ലാവരും ഉത്തരവാദിത്തം കാട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ മാർപ്പാപ്പ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തൊട്ട് താഴെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേനിയുടെ സ്റ്റേറ്റ്മെൻറ്റും അതിന് താഴെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട് മനോരമ. സ്വാഭാവികമായും മാർപ്പാപ്പ പറയുന്നതിനെ ഒരു കാരണവശാലും ഈ രണ്ടുപേരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വലിയ യുദ്ധത്തെക്കുറിച്ച് വലിയ വാർത്തയായിട്ട് തന്നെയാണ് മനോരമ നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് പോയാൽ യുദ്ധ തീമഴ എന്നാണ് മാതൃഭൂമി ഹെഡിങ് കൊടുക്കുന്നത്. ശരിക്കും തീമഴയാണ് അവിടെ നടക്കുന്നത്, ഇപ്പോൾ നടക്കുന്നത്. രണ്ട് ഭാഗത്തു നിന്നുള്ള മിസൈൽ വർഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യുദ്ധ തീമഴ എന്ന് പറയുന്നു. ഇറാൻ്റെ 2 സൈനിക ജനറൽമാർ കൂടി കൊല്ലപ്പെട്ടു എന്നുകൂടി പറയുന്നുണ്ട്. മാതൃഭൂമി 7-ാം പേജിൽ മാത്രമാണ് ഈ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുള്ളത്. മനോരമ 8ഉം 9ഉം പേജുകൾ നൽകുമ്പോൾ മാതൃഭൂമി 7-ാം പേജിൽ മാത്രം അമേരിക്ക കക്ഷിയാകുമോ എന്നൊരു ചോദ്യം മാതൃഭൂമി ചോദിക്കുന്നുണ്ട്. അത് മനോരമയിലില്ല. മനോരമ അക്കാര്യത്തിലേക്ക് പോയിട്ടേ ഇല്ല. അമേരിക്കയെ മനോരമ കൊണ്ടുവന്നിട്ടേ ഇല്ല ഈ വേദിയിലേക്ക് എന്ന് വേണം കാണാൻ. ഇറാൻ്റെ മിസൈലുകൾ ജോർദാനിൽ പതിച്ചു എന്നുകൂടി പറയുന്നു. അന്വേഷണം തുടങ്ങുന്നുണ്ട്. ജോർദാനിലാകുമ്പോൾ സ്വാഭാവികമായും രാജ്യം മാറി, അത് ആ പശ്ചിമേഷ്യയുടെ മറ്റു തലത്തിലേക്ക് പോവുകയാണ്. ലക്ഷ്യം മാറി ജോർദാനിൽ പതിച്ചു എന്ന് പറയുന്നുണ്ട്. UN സമ്മേളനം മാറ്റി, സമാധാനത്തിന് മുൻഗണന വേണമെന്ന ഗുട്ടറസിൻ്റെ വാക്കുകൾ. US-ഉമായുള്ള ആണവ ചർച്ച ഇറാൻ നിർത്തി. അങ്ങനെ മനോരമയും മാതൃഭൂമിയും 2 തരത്തിലാണ് വാർത്തയെ വിന്യസിച്ചിട്ടുള്ളത് എന്നുകൂടി പറയുന്നുണ്ട്. അതുമാത്രമല്ല എഡിറ്റോറിയൽ പേജിൽ എന്തുകൊണ്ട് ഇറാൻ എന്നുകൂടി മാതൃഭൂമി എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും വളരെ വിശദമായി യുദ്ധ തീമഴ വളരെ വിശദമായി മാതൃഭൂമിയും മനോരമയും നൽകുന്നുണ്ട്. മറ്റു പത്രങ്ങളിലേക്ക് ഞാൻ വളരെ വിശദമായി പോകുന്നില്ല, കാരണം ഒരുപാട് വാർത്തകൾ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്തായാലും ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇനിയും വരാനിരിക്കുന്ന വാർത്തകളും ഒരുപക്ഷെ ഇന്നും നാളെയുമെല്ലാം ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ, ഇറാനും ഇസ്രായേലും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് തന്നെയാണ് വലിയ വാർത്ത. മറ്റൊന്ന് നമ്മുടെ അഹമ്മദാബാദാണ്. അഹമ്മദാബാദിലേക്ക് പോയാൽ നമുക്കറിയാം, നമ്മളുടെ രഞ്ജിതയുടെ സഹോദരൻ അവിടെയുണ്ട്. ഇന്നലെ അന്വേഷണം ഒന്നും കൂടി ഊർജിതമാക്കാൻ വലിയ അന്വേഷണം കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മനോരമ തന്നെയാണ് 1-ാം പേജിൽ വളരെ വിശദമായി അക്കാര്യം നൽകുന്നത്. രഞ്ജിതയുടെ സഹോദരൻ്റെ DNA സാമ്പിൾ എടുത്തു. തിരിച്ചറിഞ്ഞത് 19 പേരെ മാത്രം. നമുക്കറിയാം 58,000 ലിറ്റർ വിമാന ഇന്ധനം കത്തി. സ്വാഭാവികമായി ഒരു വലിയ വിമാനം കത്തി അമരുന്നു. ആ പ്രദേശമാകെ കത്തുന്നു. നമ്മൾ 2 ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ആ പ്രദേശമാകെ ഒരു വിമാനം വീണ ദുരന്തം മാത്രമല്ല അത്. അതുകൊണ്ട് തന്നെ ഇനിയും കാണാൻ ഒരുപാട് പേരുണ്ട് പ്രദേശവാസികൾ. ആ വാർത്തയിലേക്ക് വളരെ വിശദമായി പോകാം. ഒന്നുകൂടി 7-ാം പേജിലേക്കും 8ഉം 9ഉം പേജിലേക്ക് മനോരമയിലേക്ക് പോകാം. വിമാനയാത്ര അപകടം തീരെ കുറവ് എന്ന് പറയുന്നുണ്ട്. സമാന്തര അന്വേഷണം പറയുന്നുണ്ട്. എല്ലാ അഭ്യൂഹങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറി സാധ്യതകളൊക്കെ പല ആളുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അഭ്യൂഹങ്ങളും അന്വേഷിക്കുമെന്നും ഇന്നലെ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. അതുമാത്രമല്ല ഒരു മലയാളി ബന്ധം കൂടി പറയുന്നുണ്ട്. രാജേഷ് എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ ജീവനക്കാരൻ്റെ ഭാര്യ കൂടി അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൂടി പറയുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ ആണ് ഒലവക്കോട് സ്വദേശി CK രാജേഷ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രദ്ധ ധവാൻ അവർ ഈ വിമാനത്തിലുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു. ആ വാർത്തയെ പറയുന്നുണ്ട്. മലയാളി ബന്ധം കൂടി പറയുന്നുണ്ട് മനോരമ. അതുമാത്രമല്ല ഈ അഹമ്മദാബാദിൽ ആദ്യം വിമാനം പറന്നുയരുന്ന വീഡിയോ ചിത്രീകരിച്ച യുവാവ്, അയാളെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത ഇന്നലുണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൂടി മനോരമ പറയുന്നുണ്ട്. അതുമാത്രമല്ല മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധേയമായത്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു അപകടം. ആ അപകടത്തിൽ ആ അപകടവും തമ്മിൽ ബന്ധപ്പെടുന്നത് ഈ 11A സീറ്റാണ്. നമുക്കറിയാം നമ്മളുടെ വിശ്വാസ് കുമാർ രമേശ് രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഇരുന്നത് 11A സീറ്റിലാണെന്ന് നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ അത്ഭുത മനുഷ്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതേ 11A സീറ്റിൽ ഇരുന്ന ഇതിന് മുൻപ് അപകടമുണ്ടായിരുന്ന ഒരാൾ, അതായത് 11A, ആ 11A ഈ അപകടം ഉണ്ടാകുന്നത് 1998 ഡിസംബർ 11-നാണ്. ആ 11-ന് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ, അയാളുടെ പേര് ലോയ് ചുസക് എന്നാണ്. ദക്ഷിണ തായ്ലൻഡിലെ സൂറത്ധാനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം ചതിപ്പിൽ തകർന്നു വീഴുകയായിരുന്നു. 146 യാത്രക്കാരിൽ 110 പേരും കൊല്ലപ്പെട്ടു. പക്ഷേ ഇദ്ദേഹം മാത്രമാണ്, ലോയ് ചുസക് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ട അയാൾ അന്നിരുന്നത് ഇതേ 11A സീറ്റിലായിരുന്നു. സ്വാഭാവികമായും ഇനി യാത്രകളിൽ ടിക്കറ്റ് ബുക്കിങ്ങിൽ 11A സീറ്റിന് വലിയ ഡിമാൻഡ് ആയിരിക്കുമെന്നാണ് ഈ വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മാതൃഭൂമിയിലേക്ക് പോയാൽ മാതൃഭൂമിയും കുറച്ചുകൂടി വിശദമായി ഈ വാർത്തകളെ
നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. 7-ാം പേജിൽ വളരെ വിശദമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഒരു വാർത്ത ശ്രദ്ധേയമായി തോന്നിയതുകൊണ്ട് വേഗം എടുത്തു പോകാൻ ശ്രമിക്കാൻ. രഞ്ജിത്തെ തിരിച്ചറിയാനാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഈ 171 നമ്പർ, ഈ 11A പോലെ തന്നെ 11A ഒരു സീറ്റാണെങ്കിൽ 171 171 എന്നുള്ളത് എയർ ഇന്ത്യയുടെ നമ്പറാണ്. ആ നമ്പർ എയർ ഇന്ത്യ ഉപേക്ഷിക്കുകയാണ്. ഇനി എയർ ഇന്ത്യക്ക് 171 എന്ന നമ്പർ ഉണ്ടാകില്ല. അതുകൂടി പറയുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 121 കോടി. അതുപോലെ തന്നെ ലോയ് ചുസാക്കിൻ്റെ കാര്യവും മാതൃഭൂമി പറഞ്ഞു പോകുന്നുണ്ട്. വിമാനാപകടവുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തെ തിരിച്ചറിയാൻ അവരുടെ സഹോദരന് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഇനിയുള്ളത് നിലമ്പൂരാണ്. നിലമ്പൂർ ഇന്നലെ ഉണ്ടായ ഏറ്റവും വലിയ വിവാദം പെട്ടി വിവാദമാണ്. പാലക്കാട്ടുണ്ടായ പെട്ടി വിവാദം നമുക്കറിയാവുന്നതാണ്. ആ പെട്ടി വിവാദത്തിൻ്റെ തുടർച്ചയെന്നോണം വീണ്ടും നിലമ്പൂരിലും പെട്ടി വിവാദം ഉണ്ടാകുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായി കാണുന്നത് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ പാലക്കാട്ട് ആളുകൾ തന്നെയാണ്. പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ വിക്ഷോഭങ്ങളും രോഷപ്രകടനമൊക്കെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ആ പെട്ടി വിവാദം അതോടുകൂടി ആ വിക്ഷോഭത്തിൽ ആ പെട്ടി വിവാദം ഒലിച്ചു പോയി. ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാകുമായിരുന്ന സംഭവമായിരുന്നു അത്. പക്ഷേ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനത്തിലെ പരിശോധന അവർ മാത്രമായിരുന്നുവെങ്കിൽ അത് വലിയ രൂപത്തിലായേനെ. പക്ഷേ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രി അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു, കെ രാധാകൃഷ്ണൻ MP ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ MLA-മാരുണ്ടായിരുന്നു, KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു, PC വിഷ്ണുനാഥ് സഞ്ചരിച്ച വാഹനമൊക്കെ തടഞ്ഞ് പരിശോധിച്ചിരുന്നു. അങ്ങനെ പെട്ടി വിവാദം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളൊക്കെ മാറി ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്തകൾ, ആ വിവാദം മാറുന്നു. അതിനു മുമ്പ് ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ വീണ് മരിക്കുന്നു, ആ വിവാദം മാറുന്നു. അതൊക്കെ മറന്നുകൊണ്ട് വീണ്ടും പെട്ടിയിലേക്ക് വരുന്നു. പെട്ടി എന്തായാലും വലിയ വിവാദമാകുന്നു. പക്ഷേ പെട്ടിയിൽ ദേശാഭിമാനിക്ക് പറയാനുള്ളൊരു വിശദീകരണം കൂടി കേട്ടിട്ട് പോകാം. പെട്ടിയും പൂട്ടി വിഷയദാരിദ്ര്യത്തിൽ ഗതികെട്ട് UDF എന്നൊരു വാർത്ത 1-ാം പേജിൽ ദേശാഭിമാനി കൊടുക്കുന്നുണ്ട്. കാരണം ദേശാഭിമാനിയെ സംബന്ധിച്ച് ഒരുപക്ഷെ സന്തോഷമുള്ള കാര്യമായിരിക്കും ഇന്നലത്തെ ആ പെട്ടി വിവാദം അണഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ദേശാഭിമാനി വലിയ ആഘോഷത്തിൽ അത് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. നിലമ്പൂരിലുണ്ടായത് ഇത് തന്നെയാണ്, പെട്ടി വിവാദം തന്നെയാണ് എന്ന രൂപത്തിലാണ് പത്രങ്ങളെല്ലാവരും വാർത്ത നൽകിയിട്ടുള്ളത്. മനോരമയും മാതൃഭൂമിയും 10-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. മനോരമ കൂടി ഒന്ന് വേഗം കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. പെട്ടി തുറന്നു, വിവാദം അടഞ്ഞു എന്നുള്ളതാണ് മനോരമയുടെ വാർത്ത. ഇന്ന് അത് മാത്രമല്ല, ഇന്ന് വളരെ സൂപ്പർ സൺഡേ ആണ്. അവിടെ മുഖ്യമന്ത്രിയുണ്ട്, മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള യൂസഫ് പത്താനുണ്ട്. അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആണ്. അൻവറിന് വേണ്ടി അദ്ദേഹം ഇന്ന് വലിയ പ്രചരണത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുണ്ട്. അങ്ങനെ ആ വാർത്ത കൂടി മനോരമ ഉൾപേജിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും പെട്ടി വിവാദം അടഞ്ഞു എന്നുള്ളതാണ് ഇതിലേറ്റവും രസകരമായ വാർത്തയായി കാണേണ്ടത്. ഇനിയൊന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഏറ്റവും വലിയ വാർത്തകളിലൊന്നും, ഒരുപക്ഷെ ചർച്ചയാകേണ്ട വാർത്തകളിലൊന്നായിരുന്നു. അത് കായിക മേഖലയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് ദക്ഷിണാഫ്രിക്ക ഒരു കിരീടം നേടുന്നത്. കാരണം ഒരു ലോക കിരീടം അവർക്ക് എത്രയോ കാലമായി അന്യമായിരുന്നു. അതിനുവേണ്ടി മഹാരഥന്മാരൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കിരീടം നേടിക്കൊടുക്കാൻ ഒരു കറുത്ത വംശജൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ കറുത്ത വംശജനായ നായികയാണ് ടെമ്പ ബാവുമ. അദ്ദേഹം വേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച്, കാരണം ഈ വംശീയതയുടെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായി ക്രിക്കറ്റ് ലോകത്തു നിന്ന് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും. നമുക്കറിയാം ദക്ഷിണാഫ്രിക്കൻ വംശവെറി എന്തായിരുന്നു, അല്ലെങ്കിൽ ആ നാട്ടിലെ വർണ്ണ വിദ്വേഷം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തപ്പെട്ട രാജ്യം തിരിച്ചു വരുന്നത് ഒരു കറുത്ത വംശജനിലൂടെയാണ് എന്നുള്ളത് വലിയ അഭിമാനകരമായ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആർപ്പോ ആഫ്രിക്ക എന്നുള്ളതാണ് മനോരമയുടെ ഹെഡിങ്. എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ടെമ്പ ദ ഹോപ്പ് എന്നാണ് പറയുന്നത്, പ്രതീക്ഷ എന്നാണ് ടെമ്പ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ്. കറുത്ത വംശജരെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചും ഇതിനെ വലിയ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചും വലിയ വാർത്ത തന്നെയാണ്. ഇനിയില്ല ആ സങ്കടഭാരം, അതായത് കിരീടമില്ലാതിരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ആ സങ്കടഭാരം അവസാനിക്കുന്നു. വലിയ രൂപത്തിൽ പല വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പത്രങ്ങളും നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഞാൻ ഞായറാഴ്ചയാണെങ്കിൽ പ്രസ് സ്റ്റോപ്പിൽ വാരാന്ത്യ പതിപ്പുകൾ എടുത്തു പോകാറില്ല, വാർത്തകൾ മാത്രമാണ് എടുത്തു പോകാറുള്ളത്. പക്ഷേ ഇന്ന് ഈ വാരാന്ത്യ പതിപ്പ് എടുത്തു പോകാൻ നിർവാഹമില്ല. എല്ലാ പത്രങ്ങളുടെയും വാരാന്ത്യ പതിപ്പ് ശരിക്കും ശ്രദ്ധേയമാണ്. പക്ഷേ മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പ് പറഞ്ഞു പോകാതെ ഒട്ടും നിർവാഹമില്ല. കാരണം അതിങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. ഉന്മൂലനാശനത്തിനുള്ള പകയോടെ ഇതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം എടുത്തു പോകാൻ. കാരണം ഇന്നലെയൊക്കെ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അതേ അവസ്ഥയിൽ തന്നെ ഇസ്രായേലിൻ്റെ ഒരു യുദ്ധഭീതിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്നൊരു പ്രദേശമുണ്ട്, ഗാസ. പലസ്തീൻ്റെ ഭാഗമാണ് നമുക്കറിയാം. ആ ഗാസയിലെ ആളുകൾ, അവിടെ നിന്നുള്ള ആളുകൾ എഴുതിയ കത്തുകൾ ഒരു പുസ്തകമായി മാറിയിരിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ലെറ്റേഴ്സ് ഫ്രം ഗാസ എന്നുള്ളതാണ്. ഞാനൊന്ന് വായിച്ചു പോകാൻ ചെറുതായിട്ട് മാതൃഭൂമിയുടെ ലേഖനം. ഉന്മൂലനാശനത്തിനുള്ള പകയോടെ ഇസ്രായേലിൻ്റെ കുരുതി ഗാസയിൽ തുടരുകയാണ്. കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടക്കമുള്ള 10,000 മരിച്ചു വീണ് കഴിഞ്ഞു. നഗരങ്ങളില്ലാതായി. നാടാകെ ചാരത്തിൻ്റെ കൂമ്പാരമായി. ശേഷിക്കുന്നവർ അടുത്ത ബോംബ് തലയിൽ പതിക്കുമെന്ന് എപ്പോഴെന്നറിയാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു. ഈ അവസ്ഥയിലും വാക്കുകൾ പ്രകാശിക്കുന്നുണ്ട്.
അവരുടെ വാക്കുകളാണ്, എഴുത്തുകളാണ്. തങ്ങളുടെ നിസ്സഹായാവസ്ഥ ലോകത്തോട് പറയാൻ മരണത്തെ തൊട്ടിരുന്ന് അവർ എഴുതുന്നു. 30 ഗാസ നിവാസികൾ എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ലെറ്റേഴ്സ് ഫ്രം ഗാസ ബൈ ദ പീപ്പിൾ ഫ്രം ദ ഇയർ ദാറ്റ് ഹാസ് ബീൻ എന്നുള്ളതാണ്. തകർന്ന ഹൃദയത്തോടെ അല്ലാതെ ഈ പുസ്തകം വായിച്ചു തീർക്കാനാകില്ല. പിന്നീടുള്ളത് മുഴുവൻ കത്തുകളാണ്, കത്തുകളെക്കുറിച്ച് പറയുന്നതാണ്. ചില പുസ്തകങ്ങൾ വായന ആവശ്യപ്പെടുന്നുണ്ട്, മറ്റു ചിലത് വായിക്കുന്നവരോട് ചേർത്ത് പിടിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. ലെറ്റേഴ്സ് ഫ്രം ഗാസ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടും, അതായത് വായിക്കുന്നവരുടെ ചേർത്ത് പിടിക്കൽ കൂടി ആവശ്യപ്പെടുന്ന പുസ്തകമാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് മാതൃഭൂമി. എന്തായാലും നല്ല പുസ്തകമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെക്കുറിച്ച്, ഈ വാക്കുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ തകർന്ന ഹൃദയത്തോടെ അല്ലാതെ ഈ പുസ്തകം വായിച്ചു തീർക്കാനാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ വാരാന്ത പതിപ്പ് ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നു. യുദ്ധസമാനമായ അന്തരീക്ഷം, ആരും ആഗ്രഹിക്കാത്തതാണ് യുദ്ധം. അതുകൊണ്ട് തന്നെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ പ്രശ്നം. ഓക്കെ ശ്രീജിത്ത്, അപ്പോൾ സമഗ്രമാണ്. എല്ലാവർക്കും ഇനിയിപ്പം പ്രത്യേകിച്ച് പത്രം വായിക്കേണ്ട ആവശ്യമില്ല, വാരാന്ത്യ പതിപ്പ് അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശ്രീജിത്ത്.